വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ പുതിയൊരു സംഭവം ഒരു ചെറിയ ഐറ്റം കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇറാനിയൻ ഡിഷാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് കാന്താരി ചിക്കൻ, പക്ഷേ ഇത് കാന്താരി അല്ല. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ്. വളരെ ചെറിയ ഇൻഗ്രീഡിയൻസിനകത്ത് ഈ ചിക്കൻ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് കാണിക്കും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് സാധനമാണ് മല്ലിയില. പിന്നെ നമ്മൾ ചേർക്കുന്ന സാധനമാണ് പുതിന. ഇത് രണ്ട് സാധനം കുറച്ച് കൂടുതൽ വേണം, ഇത് നല്ല ക്വാണ്ടിറ്റി വേണം ശരിക്കും. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു സംഭവമാണ് ടൊമാറ്റോ, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ വലിയ ഉള്ളി, പിന്നെ ഓബിയസ്ലി ചിക്കൻ. അത് ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്ത് ഫുള്ള്. രണ്ടും യൂസ് ചെയ്യാം, പക്ഷേ ഇത് ഞാൻ എടുത്ത് ബ്രസ്റ്റ് പീസ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതെടുത്ത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സ്പിനിച്ച് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. നമ്മളെന്തായാലും പറയാം, നാട്ടിൽ പറയുന്ന സാധനം സ്പിനിച്ച് എന്ന് പറയും, പക്ഷേ നാട്ടിലെന്താ പറയുക ഞാൻ മറന്നുപോയി. എല്ലാവർക്കും അറിയാം, ഇതാണ് സാധനം സ്പിനിച്ച്. അപ്പോൾ അതിൻ്റെ ലീഫാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് ഈ സ്പിനിച്ച് ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ഈ പുതിനയും മല്ലിയിലയും ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജ്യൂസ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഗ്രൈൻഡറിൽ മിക്സിയിൽ നന്നായിട്ട് കണ്ടോ. ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നുവെച്ച് ഇതിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളക്, പിന്നെ ഈ വലിയ ഉള്ളി, പിന്നെ തക്കാളി, ഇത് മൂന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് മൂന്നും അരച്ചിട്ട് നന്നായിട്ട് എടുക്കണം. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ ആദ്യം കാണിക്കാം. ഇപ്പം ഞാനത് അരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പിനിച്ച് കണ്ടല്ലോ. അപ്പോൾ അതിനെ ഞാൻ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ കുക്ക് ചെയ്യുന്ന ജാറ് തന്നെ ഇവിടെ തക്കാളി ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്. ഈ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ആ ജാറ് തന്നെ ഇടും. ജാറ് ഭയങ്കര ചെറുതായതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതിലിടാൻ. ഓക്കെ, ഞാൻ ആദ്യം പ്ലേറ്റിൽ തട്ടിയിടാം. ഇതിനകത്ത് ഞാൻ ശരിക്കും 3 തക്കാളി ഇടുന്നത്. ശരിക്കും 3 തക്കാളി ചിക്കൻ കുറവാണ് എൻ്റെ അടുത്ത്. ഞാൻ ഒരു 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ചിക്കൻ കുറവാണ്. അപ്പോൾ തക്കാളി ഒരു 3 തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല പുളിപ്പ് ഉണ്ടാവുള്ളൂ. ഇത് നല്ല പുളിപ്പ് ചിക്കനകത്ത് എപ്പോഴും നമ്മൾ തക്കാളി എത്രയും, എനിക്ക് അധിക ഡിഷിനകത്തും തക്കാളി കൂടുതൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി ഒരു ടേസ്റ്റിൻ്റെ ഫുഡിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. എന്നുവെച്ചാൽ ഒരുപാട് ഇടാൻ പാടില്ല, ഭയങ്കര പുളിപ്പാകും. പക്ഷേ ഓൾമോസ്റ്റ് ഐ ലവ് ടു കുക്ക് വിത്ത് ടൊമാറ്റോ. പച്ചമുളക് കൂടി ഇതിൽ കിടന്ന് അരഞ്ഞു. നല്ല പച്ചമുളകിനെ കുത്തുന്ന സ്മെല്ല് ഇടുന്നുണ്ട്, ഒന്നൊന്നര സ്മെല്ലാണ്. പിന്നെ ഞാൻ ഇതിനാണ് ഈ ഉള്ളി ഉണ്ടല്ലോ, ഇത് ശരിക്കും ചൈന ഉള്ളി കേട്ടോ. ഇവിടെ വേറെ ഉള്ളി ഇട്ടാലായിരുന്നു. ഇന്നലെ ഞാൻ കാരിഫോർ പോയപ്പം ഈ ചൈന ഉള്ളി കിട്ടി. എന്തായാലും കുഴപ്പമില്ല, ഉള്ളിയാൽ മതി. അപ്പം അതും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടും ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്നത് ചെറിയ ഉള്ളിയാനെ കൊണ്ടൊരു 3 ഉള്ളി എടുക്കുന്നുണ്ട്. അതും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഈ ഉള്ളിയും കൂടി. ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ഗ്രേവീൻ്റെ അത് നമ്മളൊരു കഷ്ണം ഉണ്ടല്ലോ, ചിക്കൻ്റെ പീസ് മാത്രമേ നമുക്ക് അടിക്കാൻ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ ഗ്രേവി ആയിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷേ നമ്മളെല്ലാം അരച്ചല്ല ചേർക്കണേ. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും പുതിനയാണെങ്കിലൊക്കെ ഇതിൽ നന്നായിട്ട് ഉള്ളിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഗ്രേവി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇത് ഗ്യാസ് കത്തിക്കണം. ഞാൻ ഗ്യാസ് കത്തിച്ചു പാൻ്റെ അകത്ത്. അപ്പോൾ പാൻ ചൂടാകുന്ന നമ്മുടെ മുന്നേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ലിക്വിഡ് ആയതിനെക്കൊണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഒഴിക്കും, പൊട്ടിത്തെറിക്കും, മേലും ശരീരം മുഴുവൻ ചീത്തയാവും. അപ്പോൾ അതിനെക്കാട്ട് ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഇത് ഒഴിക്കും, എന്നിട്ട് ഞാൻ എണ്ണ ഒഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്ത സാധനങ്ങൾ, അതായത് പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ നമ്മുടെ വലിയ ഉള്ളി, ഈ 3 സാധനം കൂടി ഇതിൽ അരച്ചെടുത്തതാണ്. ഇതിൽ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കും, എന്നുവെച്ചാൽ അടിയിൽ പിടിക്കാതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ. ഓക്കെ, ഞാനിത് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഈ എണ്ണ ഒഴിച്ചിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് നല്ല തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് താഴത്ത് ഈ എണ്ണ അടിയിൽ പിടിക്കുന്നവരെ. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഈ സാധനത്തിൻ്റെ എണ്ണ മുകളിൽ ഊറുന്നവരെ
നമ്മളിതിനെ നല്ല തിക്ക് ഗ്രേവി ആവുന്നവരെ നമ്മളിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് നമ്മളെ തക്കാളി ഒന്ന് നല്ലോണം പോയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ തക്കാളി നമുക്കിതിൽ മിക്സ് ചെയ്യാനുള്ളത്. ഇച്ചിരി പുളിപ്പ് വേണമെങ്കിൽ തക്കാളി വേണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് നമ്മളിത് കുക്ക് ചെയ്യണം. ഇനി ഞാനിതിലിടാൻ വേണ്ടി പോകുന്ന സാധനമാണ് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, പിന്നെ ഉപ്പ്. ഈ 3 സാധനം ഞാനിതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചില്ലി പൗഡറൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ഗ്രീൻ ചില്ലി ഇട്ടതിനെ കൊണ്ട് തന്നെ അധികം കൂടുതൽ ചില്ലിൻ്റെ ആവശ്യമില്ല. ഒരു ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞപ്പൊടി കുറച്ച് ഇടണം. അത് നമ്മൾ മീറ്റൊക്കെ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾ നിർബന്ധമാണ്. അപ്പം മഞ്ഞപ്പൊടി കുറച്ച് ഞാൻ യൂസ് ചെയ്യും. മീൻസ് ഒരു 1/2 ടീസ്പൂൺ, റെഡ് ചില്ലി ഒരു 1 ടീസ്പൂൺ, ആവശ്യം 1 സ്പൂണ് മുളക് പൊടിയും, പിന്നെ ഒരു 3/4 സ്പൂണ് മഞ്ഞപ്പൊടിയും, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് തിളയ്ക്കണം. ഞാനത് മൂടി വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതായത് ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേര് ഞാനിപ്പോൾ പറയാം. പാലക്ക് എന്നതിനെ പറയുന്നത്. പാലക്ക് ഇത് ഭയങ്കര ഹൈ പ്രോട്ടീനുള്ള സംഭവമാണ്. ഭയങ്കര ഫൈബറാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ചീരകളിൽ ഏറ്റവും പ്രോട്ടീനുള്ള ചീരയാണിത് പാലക്ക്. നമ്മൾ സൗത്തിലേക്കുള്ള ആളുകൾ അങ്ങനെ കഴിക്കില്ലെങ്കിൽ കൂടിയിട്ട് നോർത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. അപ്പം ഇത് ഇനി എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ലാസ്റ്റാണ് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിനെടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ ഗ്രേവിക്ക് ഒരു ഗ്രീൻ കളർ ഉണ്ടാവും. എന്നിട്ട് കൂടുതൽ നേരം തിളപ്പിക്കരുത്. ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാൻ പാടുള്ളൂ ലാസ്റ്റ് മൊമെൻറ്റിൽ. എന്നുവെച്ചാൽ പാലക്കിന് അധികം വേവില്ല, പെട്ടെന്ന് വേകുന്ന ഒരു ഇലയാണ്. ഇതിൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങനെ എണ്ണ നന്നായിട്ട് മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ മാതിരി പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിക്ക് ഗ്രേവി ആയി വരുന്നുണ്ടത്. കൂടുതൽ ഇനി തുറന്ന് വെച്ചാൽ ഭയങ്കര തെറിക്കീസാണ്. അതിലേക്ക് ഞാൻ ഈ ചിക്കൻ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോവാണ്. ഈ ചിക്കൻ ഇടുമ്പോൾ ചിക്കനകത്ത് കുറച്ച് നമ്മൾ ചിക്കൻ കഴിയുമ്പോൾ വെച്ചാൽ ചിക്കനകത്ത് കുറച്ച് വെള്ളം വരും കുക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പം ആ വെള്ളം കൂടി ആകുമ്പോൾ ഇതൊന്നും കൂടി ലൂസാവും. എന്നിട്ട് പിന്നെ നമുക്കിതൊന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് ചിക്കൻ വേകുന്ന ഒരു സമയമുണ്ടല്ലോ, അത് നമ്മൾ എടുക്കണം. ഈ ഒരു ഗ്രേവി ഇപ്പോൾ ഒരു തരം മഞ്ഞ കളറ്, എന്താ പറയുക, ഒരു തരം ബ്രൗണിഷ്, ഒരു ഗോൾഡിഷ് കളർ എന്ന് പറയാം. അതാണെങ്കിൽ കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇത് ഗ്രീൻ കളറാവും. ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഞാൻ കാണിക്കാം. നമ്മൾ അടച്ചിട്ട് ഇനി ഇത് വേവിക്കാൻ പോവുകയാണ് കുറച്ച് നേരം കൂടി. അപ്പോൾ ഞാൻ ഈ പാലൊക്കെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഈ ചിക്കൻ നന്നായിട്ട് വെന്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടല്ലോ ആ ഓയിലൊക്കെ നന്നായിട്ട് ഊറി. ഇനിയാണ് ഞാൻ ഇതിനകത്ത് നമ്മളെ ഈ ഗ്രീൻ ചട്നി, അതായത് നമ്മൾ അരച്ച സ്പിനിച്ച് നമ്മൾ ചേർക്കണത്. സ്പിനിച്ച് നന്നായിട്ട് ഞാൻ അരച്ചതായിരുന്നു. അതിൽ ചേർത്തിട്ട് ഇനി നമ്മൾ അതിനെ ഒന്ന് ചുമ്മാ കൂടുതൽ വേവിക്കരുത്. ആകെ 2 മിനിറ്റ് നേരം വേവിക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് അതിൽ ഇളക്കി ചേർത്തിട്ട് കൂടുതൽ നേരം വേവിക്കരുത് ഒരിക്കലും. ഈ സ്പിനിച്ച് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയം വേവിക്കരുത്. ഉണ്ടോ, ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 സെക്കൻഡ് നേരെ ഈ ചൂടിലൊന്ന് വേഗം പാടുള്ളൂ. എന്ന് വെച്ചാൽ സ്പിനിച്ച് ഓൾറെഡി വേവ് കുറഞ്ഞൊരു ഭയങ്കര വേവ് കുറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് 2 മിനിറ്റ് നേരം മാത്രം ഇതിനെ എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ ഇത് കുക്ക് ചെയ്യാനുള്ള പരിപാടി. ഇത് എളുപ്പമാണ്. കണ്ടോ, നല്ല ഗ്രീൻ കളറിലെ ഗ്രേവിയാണ് ഇതിന് കിട്ടുക. കഴിഞ്ഞു.